ഭക്തലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന എന്നുള്ള നാമത്തിൻ്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചലൻ മീനാഭലോചന, ചലിക്കുന്ന കണ്ണുകളോട് കൂടിയവൾ എന്നാണ്. വളരെ ചുരുക്കത്തിലാണ് ലളിതാ സഹസ്രനാമം ഈ മന്ത്രത്തെ പറയുന്നത്. ചലൻ എന്ന് ഉള്ളത് ബഹുവർത്ഥകാരിയായിട്ടുള്ളൊരു പ്രയോഗമാണ്. അതിൻ്റെ ഒരർത്ഥം ഇങ്ങനെയാകാം: ദേവിയുടെ ചലിക്കുന്ന കണ്ണുകൾ കൊണ്ട് കടാക്ഷസന്ധി കരുണ എന്നൊക്കെ ലളിത അഷ്ടോത്തരത്തിൽ പറയും. അരുണാം കരുണാ തരംഗിതാക്ഷിയും, കരുണ കൊണ്ട് തരംഗിതമായ അക്ഷയോട് കൂടിയവൾ എന്ന് ലളിത ധ്യാന ശ്ലോകം പറയുന്നു. ആ ചലിക്കുന്ന കണ്ണുകൾ നമ്മളോട് നാനാഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ശങ്കരാചാര്യസ്വാമികൾ നവരസങ്ങളെയും ദേവിയുടെ കണ്ണുകൾ പ്രതിഫലിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ഒരു ശ്ലോകം രചിച്ചിട്ടുണ്ട്. ശിവേ ശൃംഗാരാർദ്ര തദിതരജനെ കുത്സനപര സ രോഷാ ഗംഗായാം ഗിരിശചരിതേ വിസ്മയവതി ഹരാഹിഭ്യോ ഭീത സരസിരുഹ സൗഭാഗ്യജനനി സഖീഷു സ്മേര തേ മയി ദൃഷ്ടി സകരുണ എന്നാണ് ആ ശ്ലോകം. ദേവിയുടെ കണ്ണുകളിൽ 8 രസങ്ങളും വിളങ്ങുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ നവരസങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷേ ചിലർ ശാന്തരസത്തെ ഒരു രസമായിട്ട് കണക്കാക്കുന്നില്ല. എന്നാൽ ശാന്തം മേനിരേ രസം എന്ന് അവർ 8 രസങ്ങളെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ദേവിയുടെ തൃക്കണ്ണുകളിൽ ഈ 8 രസങ്ങളും മാറി മാറി കാണപ്പെടുന്നതായിട്ടും അതിൻ്റെ ഒരു ചെറിയ വർണ്ണനയാണ് ഇവിടെ പറയുന്നത്. 8 രസങ്ങൾ ഇങ്ങനെയാണ്: ശൃംഗാരം, ബീഭത്സം, രൗദ്രം, അത്ഭുതം, ഭയാനകം, വീരം, ഹാസ്യം, കരുണ, ശാന്തം എന്നൊക്കെയാണ് നവരസങ്ങൾ. ശിവേ ശൃംഗാരാർദ്ര, ശിവം എന്നുള്ള വാക്കിന് മംഗളം എന്നാണ് അർത്ഥം. മംഗളമയമായ ചിന്തകളോട് കൂടിയിട്ടുള്ളവർക്ക്, ശിവപരന്മാരായിട്ടുള്ളവർക്ക് ആർദ്രയാണ് ദേവിയുടെ ദൃഷ്ടി. ശൃംഗാര ആർദ്രയാണ്, സ്നേഹം നിറഞ്ഞവയാണ് ആ ദൃഷ്ടി. ഉത്തമരായിട്ടുള്ള തപസ്വികളായിട്ടുള്ള ഉന്നതമായിട്ടുള്ള സാത്വിക ചിന്താഗതിയുള്ളവർക്ക് ദേവിയുടെ ദൃഷ്ടി വളരെ ആർദ്രമാണെന്നർത്ഥം. തദിതരജനെ കുത്സനപര, ദുഷ്ടന്മാരായ ആസുരികന്മാരായ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രജസ്തമോ ഗുണങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിട്ടുള്ള പാപികളായിട്ടുള്ള ജനങ്ങളെ കുത്സനപര, ദേവിയുടെ കണ്ണുകൾ വെറുപ്പിനെയാണ് കാണിക്കുന്നത്. വാസ്തവത്തിൽ വെറുപ്പൊന്നുമില്ല, രണ്ടായിട്ട് ദേവി കാണുന്നില്ല. എങ്കിലും അവരെ നേരെയാക്കുവാൻ ദേവിയുടെ ദൃഷ്ടി തദിതർജനെ കുത്സനപര, വെറുപ്പിനെ കാണിക്കുന്നത് പോലെ ഇങ്ങനെ തോന്നിക്കും. സരോഷ ഗംഗായാം, ഇതൊക്കെ ദേവിയുടെ കണ്ണുകളിൽ നാനാഭാവങ്ങളും വിളങ്ങുന്നുവെന്ന് പറയാൻ വേണ്ടി മാത്രം. ഇതൊരു കവിഭാവനയാണ്. സരോഷ ഗംഗായാം, സാക്ഷാത് പരമേശ്വരൻ്റെ ജടാധാരത്തിൽ, ജടയിൽ ഗംഗാദേവി ഉണ്ട്. ഗംഗാദേവി പാർവതിയുടെ സപത്നിയാണ് എന്ന് ദേവി കരുതുന്നതായിട്ടും, സരോഷ ഗംഗായാം, അങ്ങനെ ഗംഗയെ കാണുമ്പോൾ ദേവിക്ക് രോഷം വരുന്നതായിട്ടും ദേഷ്യം വരുന്നതായിട്ടും അതിനെ ആ കണ്ണുകളിൽ കാണാം എന്ന് ശങ്കരാചാര്യസ്വാമികൾ നേരിട്ട് കണ്ടതുപോലെ ഇതിനെ വർണ്ണിക്കുന്നു. സരോഷ ഗംഗായാം ഗിരിശചരിതേ വിസ്മയവതി, ഗിരിശനയനെ വിസ്മയവതി എന്ന് പറയുന്നവരുമുണ്ട്. ഗിരിശനയനെ എന്ന് വെച്ചാൽ സാധാരണ ആളുകൾക്കൊക്കെ 2 കണ്ണുകളേ ഉള്ളൂ. പരമേശ്വരന് മാത്രം നടുക്കുള്ള തൃക്കണ്ണുണ്ട്. അത് അല്പം ചുവന്നും രൗദ്രഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദേവി അതിനെ നോക്കി വിസ്മയിക്കുന്നത് പോലെ, ഓ, ഈ കണ്ണ് എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു അത്ഭുതമായ ഒരു സൃഷ്ടിയാണല്ലോ എന്നുള്ളത് പോലെ ദേവി അതിനെ നോക്കുന്നതായിട്ടും. ചിലർ പറയുന്നു ഗിരിശചരിതേ വിസ്മയവതി, എപ്പോഴും ദേവിയുടെ മുമ്പിൽ കവികളും സമർത്ഥരായ പണ്ഡിതരും സഖികളും ഒക്കെ. ദേവിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ പരമേശ്വരൻ്റെ കഥകൾ കേൾക്കാൻ അത്ര ഇഷ്ടം. അങ്ങനെ പരമേശ്വരൻ ഇങ്ങനെ ഭൂമി തേരായിട്ടും സൂര്യചന്ദ്രന്മാർ അതിൻ്റെ ചക്രങ്ങളായിട്ടും വേദങ്ങൾ അശ്വമായിട്ടും ബ്രഹ്മാവും വിഷ്ണുവും ദേവാദിദേവന്മാരൊക്കെ പരമേശ്വരനെ സഹായിക്കാൻ വന്നു.
ഒരു ഒറ്റ സങ്കല്പം കൊണ്ട് ത്രിപുരാസുരന്മാരെ ദേവി സാക്ഷാത് പരമേശ്വരൻ സംഹരിച്ചു എന്നൊക്കെയുള്ള ചരിതങ്ങൾ ദേവിയുടെ മുമ്പിൽ പറയുന്നു. അങ്ങനെ ഉണ്ടായോ എന്ന് ദേവി വളരെ ആശ്ചര്യത്തോടു കൂടി ഇത് കേട്ടു. അതുപോലെ ദേവിയുടെ മുമ്പിൽ ഭസ്മാസുരവധം, മാർക്കണ്ഡേയനെ പരമേശ്വരൻ സംരക്ഷിച്ചത്, ഇടത്തെ കാലുകൊണ്ട് യമനെ ചവിട്ടിയത്, അങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ കണ്ണപ്പ നായനാർക്ക് അനുഗ്രഹിച്ച കഥ എന്നൊക്കെയുള്ള കഥകളൊക്കെ ദേവിയോട് സഖിമാരും വാഗ്മികളായ പണ്ഡിതരുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഗിരീഷ ചരിതേ വിസ്മയവതി, അതിനെയൊക്കെ വളരെ ആശ്ചര്യത്തോടെ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ ദേവി ആശ്ചര്യഭാവത്തെ ദേവിയുടെ കണ്ണുകൾ കാണിക്കുന്നതായിട്ടും, ഹരാഹിഭ്യോ ഭീത, വേദാന്തികളൊക്കെ പറയും രണ്ടെന്നുള്ള ഭാവമുണ്ടെങ്കിലാണ് ഭയം, ദ്വൈതാത് ഭയം എന്ന് പറയും. ദേവിക്ക് അന്യമായിട്ട് ദേവി അല്ലാത്ത ഒരു വസ്തു ഈ പ്രപഞ്ചത്തിലില്ല. കേവല എന്ന് വെച്ചാൽ ദേവി മാത്രമാണ് ഈ പ്രപഞ്ചം മുഴുവനുള്ളത്. സർവം ദേവീമയം ജഗത്ത് എന്നൊക്കെ പറയും. വാസ്തവത്തിൽ ദേവിക്ക് രണ്ടെന്നുള്ള ഒരു വസ്തു ഇല്ല. എങ്കിലും ഭക്താനുഗ്രഹത്തിന് വേണ്ടി ഒരു ശരീരം സ്വീകരിക്കുന്നു. അതിൽ ഓരോ ഭാവങ്ങളെ ഭക്തന്മാർ കണ്ട് സന്തോഷിക്കുന്നു. അങ്ങനെ ദേവി പരമേശ്വരൻ്റെ കഴുത്തിൽ ആഭരണങ്ങളായി വിളങ്ങുന്ന ഹരാഹിഭ്യോഭീത, ആ പാമ്പുകളെ കണ്ടിട്ട് ദേവി ഭയപ്പെടുന്നതായിട്ടും, ദേവിയുടെ കണ്ണുകളിൽ ഭയം എന്നുള്ള ഒരു വികാരം കാണപ്പെടുന്നതായിട്ടും ശങ്കരാചാര്യസ്വാമികൾ സങ്കല്പിക്കുന്നു. ഹരാഹിഭ്യോഭീത സരസിരുഹ സൗഭാഗ്യജനനി, സരസീരുഹത്തെ വെല്ലുന്ന, താമരകളെ വെല്ലുന്ന, അതിന് നിറം പകരുന്ന, സൗഭാഗ്യത്തെ പകരുന്ന ചുവന്ന കണ്ണുകളാണത്രേ ദേവിയുടെ. എന്ന് വെച്ചാൽ വീരരസമാണ് ഇവിടെ പറയപ്പെടുന്നത്. ദേവിയുടെ കണ്ണുകളിൽ ദുഷ്ടന്മാരെ കാണുമ്പോൾ മഹിഷാസുരൻ, ശുംഭൻ, നിശുംഭൻ, ധൂമ്രലോചനൻ, ഇങ്ങനെ എണ്ണമറ്റ ഭണ്ഡാസുരൻ മുതലായ എണ്ണമറ്റ അസുരന്മാരെയൊക്കെ കാണുമ്പോൾ ദേവിയുടെ കണ്ണുകളിൽ വീരരസം വിളങ്ങുന്നതായിട്ടും, സഖീഷു സ്മേര, തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന സഖിമാരോടൊപ്പം ദേവി വളരെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സ്മേരവദനയായിട്ട് ചിരിച്ചുകൊണ്ടുള്ള ആ കണ്ണുകളിൽ തന്നെ ചിരി കാണാം എന്നാണ് പറയുന്നത്. ചിലത് ചിരിക്കുമ്പോഴും കൂടി ചിരിക്കാത്ത പോലെ തോന്നും. ദേവിയുടെ കണ്ണ് കണ്ടാൽ മതി ദേവി ചിരിക്കുന്നതായിട്ട്. സഖീഷു സ്മേര തേ മൈ ജനനി ദൃഷ്ടി സകരുണ, ദേവിയുടെ ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ പല സങ്കടങ്ങൾ മാറുവാനും വിഷമങ്ങൾ മാറുവാനും ഭക്തിയോടുകൂടി നനഞ്ഞ കണ്ണുകളോടുകൂടി അവർ പ്രാർത്ഥിക്കുമ്പോൾ കരുണാരസമാണ് ദേവിയുടെ കണ്ണുകളിൽ കാണപ്പെടുന്നത്. അങ്ങനെ എപ്പോഴും എന്നെ നോക്കുമ്പോൾ ആ കരുണാരസം മാത്രമാവട്ടെ. തേ മൈ ജനനി ദൃഷ്ടി സകരുണ, ഹേ ജനനി, എന്നെ നോക്കുമ്പോൾ കരുണാരസം മാത്രം മതി. മറ്റുള്ള ദേഷ്യം, ബീഭത്സം, രൗദ്രം, ഭയാനകം എന്നൊക്കെ ഉള്ള ആ ഭാവങ്ങൾ വേണ്ട എന്ന് ശങ്കരാചാര്യസ്വാമികൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേവിയുടെ കണ്ണുകളെ ചിന്തിക്കുന്നവർ, ദേവിയുടെ ദൃഷ്ടിയെ ചിന്തിക്കുന്നവർക്ക് അഭയവും മോക്ഷവും ഉണ്ടാവും എന്നൊക്കെ ഫലശ്രുതിയിൽ പറയുന്നു. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ കേശാദിപാദാന്ത വർണ്ണന എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ ഓരോ അംഗങ്ങളും അത് പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങളുമാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.